ദശാവതാരങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ പറയും ശ്രീകൃഷ്ണനാണ് ഒരു കംപ്ലീറ്റ് അവതാരം എന്ന് പറയും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നോക്കൂ, അത് പല രീതിയിൽ നമുക്ക് അതിന് ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഇപ്പോൾ ഇന്നത്തെ ഒരു മോഡേൺ സയൻസ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ദശാവതാരം കറക്റ്റ് റെവല്യൂഷനാണ് കാണിക്കുന്നത്, അല്ലേ? ഒന്നാമത്തെ അവതാരം ജലത്തിൽ നിന്ന് തുടങ്ങും. നമുക്കറിയാം സൃഷ്ടി ആരംഭിക്കുന്നത് ജലത്തിൽ നിന്നാണ്. അത് കഴിഞ്ഞ് പിന്നീട് വരുന്നത് കൂർമ്മമാണ്, ജലത്തിലും കരയിലും ജീവിക്കാൻ സാധിക്കുന്ന ജീവി. അത് കഴിഞ്ഞ് ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു ആനിമൽ, ഒരു വരാഹം എന്ന് പറയുന്ന ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ജീവിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നു. നാലാമത്തെ ഭാഗത്തെത്തിയപ്പോഴോ അവിടെ നരസിംഹമാണ്, ഹാഫ് ലയൺ ഹാഫ് മാൻ എന്ന് പറയില്ലേ, അതുപോലെ രണ്ടും ഒരു മാനുഷിക ഭാവമുണ്ട്, ഒരു മൃഗഭാവവും അവിടെ വരുന്നുണ്ട്. അഞ്ചാമത്തെ അവതാരം എത്തിയപ്പോൾ സോക്കോൾഡ് ഹിസ്റ്ററി പോലും പറയുന്നു പരിണാമത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ആദ്യം ഉണ്ടായിരുന്ന മനുഷ്യർക്ക് ഉയരം കുറവായിരുന്നു, അവർ വാമനന്മാരായിരുന്നു എന്നാണ്, അല്ലേ? അതാണ് അഞ്ചാമത്തെ എത്തിയപ്പം വാമനനാണ്. ആറാമത്തെ അവതാരമായി കണക്കാക്കുന്നത് പരശുരാമനെയാണ്. പരശുരാമൻ എന്ന് പറയുന്നത് ഒരു പൂർണ്ണ മനുഷ്യൻ്റെ അവതാരം തന്നെയാണെങ്കിലും അദ്ദേഹത്തിനുള്ള ഇമോഷൻസ് ലൈക്ക് ദേഷ്യം, ക്രോധം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് കൂടുതലായിരുന്നു. അതും അവിടെ ഒരു മിസ്മാച്ച് വന്നു. കഴിഞ്ഞ് പിന്നീട് ശ്രീരാമനിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ നമ്മൾ മര്യാദാ പുരുഷോത്തമൻ എന്നൊക്കെ വിളിക്കുമ്പോഴും അവിടെയും ഒരുപാട് ഇമോഷൻസിൽ കണക്റ്റഡ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം. രാമായണം മൊത്തം, ഈവൻ രാമായണം വളരെ ഒരു എപ്പിക് സ്റ്റോറി ആണെങ്കിലും അതിൽ ഭഗവാൻ അനുഭവിക്കുന്ന ട്രോമ, ട്രാജഡിയൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. ഇമോഷൻസിന് എങ്ങനെ അധികം അടിമപ്പെട്ട് കഴിഞ്ഞാൽ ഭഗവാനാണെങ്കിൽ പോലും എന്ത് സംഭവിക്കുന്നത് ചിലപ്പോൾ ഭഗവാൻ രാമാവതാരം എടുത്ത് കാണിച്ചെന്നാണെന്ന് മേൽപ്പത്തൂർ പറയുന്നുണ്ട് നാരായണീയത്തിൽ. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് ഒരാളുടെ അധികമായിട്ടുള്ള ധർമ്മബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്ക് എന്തൊക്കെ അവസ്ഥ വരുന്ന അങ്ങ് രാമാവതാരം എടുത്ത് കാണിച്ചു കൊടുക്കല്ലേ ചെയ്തതെന്ന് പറഞ്ഞ് ഗുരുവായൂരപ്പൻ എന്നെ കുത്തും, ഒന്ന് കൊള്ളിച്ച് പറയും. അതുപോലെയാണ് രാമാവതാരം, അവിടെ ഇമോഷൻസ് വരുന്നുണ്ട്. എന്നാൽ ഗുരുവായൂരപ്പനിലേക്ക്, ബലഭദ്രനിൽ വരുമ്പോഴും ഈ ഇമോഷൻ, ദേഷ്യത്തിൻ്റെ എലമെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമ്മൾ ഭഗവാനിലേക്ക് വരുമ്പോൾ, കൃഷ്ണനിലേക്ക് വരുമ്പോൾ അവിടെ ഒരു തരത്തിലുള്ള ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു പോയിന്റ്, മിസ് പോയിന്റ് പോലും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല എന്നാണ്. അതുകൊണ്ട് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നാണ് പറയുക. ഭഗവാൻ മഹാവിഷ്ണു അദ്ദേഹത്തിൻ്റെ മുഴുവൻ കലകളോടുകൂടി പ്രകടമായിട്ടുള്ളതാണ് കൃഷ്ണാവതാരം എന്നാണ്. ഭഗവാൻ ഓരോ അവതാരം കഴിയുമ്പോഴും ഇവൻ ഭഗവാൻ സെൽഫ് റിയലൈസ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ മാറ്റണം അടുത്ത തവണ മാറ്റണം. അങ്ങനെ ഭഗവാന്റെ ഒരു എവല്യൂഷൻ പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിൽ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഇവൻ അതിനെ നമുക്ക് എന്താ പറയുക, ഏറ്റവും കൂടുതൽ കൃഷ്ണാവതാരത്തിൽ കാണുന്ന ഇമോഷൻ എന്ന് പറയുന്നത് സ്നേഹമാണ്, ലവ് ആണ്, അല്ലേ? നമുക്ക് ഇന്നത്തെ ഈ കാലഘട്ടത്തിലും ഏറ്റവും കൂടുതൽ ഉയർത്തി കാണിക്കേണ്ട ഇമോഷനും ലവ് ആണ്. അത് ഒരു ഭാര്യാഭർത്തൃ ബന്ധം അല്ലെങ്കിൽ കാമുക ബന്ധം എന്ന് മാത്രം എടുക്കണ്ട, ഒരു സുഹൃത്ത് ബന്ധം എങ്ങനെയായിരിക്കണം, ഒരു അമ്മയും കുട്ടിയും എങ്ങനെയായിരിക്കണം, ഒക്കെ ഭഗവാൻ ഇങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ കാണിച്ചെന്ന് പോകുന്നുണ്ട്. സോ നമുക്ക് പെട്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അക്സെപ്റ്റബിൾ ആവാൻ പറ്റില്ലെങ്കിലും കൃഷ്ണനെ റോൾ മോഡലാക്കണം എന്നാണ് ഭഗവാൻ സ്വയം കാണിച്ചെന്നത്. ഇപ്പോൾ നമ്മൾ പറയില്ലേ, എന്നെപ്പോലെ ആവുമെന്ന് ഭഗവാൻ നമ്മളോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെന്ന് പറയും. ലൈക്ക് ഞാൻ ഇവിടെ ജീവിച്ച് കാണിച്ചെന്നൊരു മോഡലുണ്ട്, ആ മോഡൽ നിങ്ങൾ കാണിക്കൂ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം നിങ്ങൾക്കും എന്ത് ചെയ്യാൻ സാധിക്കും, പൂർണ്ണനാവാൻ സാധിക്കും ഭഗവാനെ പോലെ. അതുകൊണ്ടാണ് പൂർണ്ണാവതാരം എന്ന് പറയുന്നത്. അത് മഹാവിഷ്ണുവിൻ്റെ എല്ലാ കലകളും നമുക്ക് എവിടെയും, ഇപ്പം രാമനിലൊക്കെ ഭഗവാൻ പൂർണ്ണമായിട്ടും മനുഷ്യനാണെന്നുള്ള സങ്കല്പത്തിൽ തന്നെയാണ് എല്ലായിടത്തും കഥ പറഞ്ഞു പോകുന്നത്. പക്ഷേ കൃഷ്ണാവതാരത്തിലേക്ക് വരുമ്പോൾ എല്ലാ തരത്തിലുള്ള പ്രൗഢിയും ഭഗവാൻ പ്രകടമാക്കുന്നത് കാണാം. ചെറുപ്പം മുതൽ തുടങ്ങുകയാണ് അത്ഭുതങ്ങൾ. രാമൻ ഭയങ്കര അത്ഭുതങ്ങൾ പ്രവർത്തിച്ചായിട്ട് നമുക്ക് എവിടെയും അത്രേ ഉള്ളൂ. ജനിച്ചപ്പോൾ തൊട്ട് തുടങ്ങുകയാണ് ഓരോരോ ഈ പറയുന്ന എക്സ്പ്ലോയിറ്റേഷൻസ്. അപ്പം അതുകൊണ്ട് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നാണ്. ഭഗവാൻ പൂർണ്ണാവതാരമാണ്, സ്വയം മഹാവിഷ്ണുവിൻ്റെ എല്ലാ കലകളോടും കൂടി ഭഗവാൻ പ്രകടമായതാണ് കൃഷ്ണാവതാരത്തിൽ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കൃഷ്ണൻ പൂർണ്ണാവതാരം എന്ന് പറയുന്നത്. നമ്മൾ ഇത് പറയുമ്പോഴും, ഒരു കംപ്ലീറ്റ് അവതാരം എന്ന് പറയുമ്പോഴും, ഇത്രയും മൾട്ടി ഡയമെൻഷണൽ ഫാസറ്റ് ഉള്ള ഒരു മനുഷ്യനായി ജീവിച്ച ഒരാളാവുമ്പോൾ സ്റ്റിൽ ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ, അത്തരത്തിലുള്ള ഒരാൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അത്ര ഒരു മൾട്ടി ഡയമെൻഷണൽ ഫാസറ്റുള്ള ഒരാളുണ്ടെങ്കിൽ നമ്മൾ അയാളെ കാണുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കൊരു ബാല്യത്തിലുള്ള കൃഷ്ണനായിട്ട് കണക്ട് ചെയ്യാനാണ് ആളുകൾക്ക് എപ്പോഴും താല്പര്യം. ഇത്രയൊക്കെ മൾട്ടി ഡയമെൻഷൻസ് ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കൃഷ്ണനെ എപ്പോഴും നമുക്കൊരു ഉണ്ണിയാണല്ലോ. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നൊക്കെയാണ് പറയാന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണനെ കാണാനാണ് ഗുരുവായൂർ പോവാ എന്നാണ് പറയുക, അല്ലേ? ഇവൻ ഭഗവാൻ എത്ര പ്രായമായാലും നമുക്ക് ഭഗവാനെ കണ്ണാന്ന് വിളിക്കാനാണ് താല്പര്യം. നോക്കൂ, മനുഷ്യനകത്ത് ഏറ്റവും അധികം ലവ് അല്ലെങ്കിൽ കെയർ എന്നൊക്കെ പറയുന്ന ഇമോഷൻ പ്രകടമാകുന്ന ഭക്തിയാണ് വാത്സല്യത്തിൻ്റെ രൂപത്തിലുള്ളത്, ഒരു കുട്ടിയോടുള്ള രൂപം. നമുക്ക് ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഭക്തി ശരിക്കും തോന്നുന്ന, ഒരു സ്നേഹം ശരിക്കും തോന്നുന്ന ഒരു കുട്ടിയോട് മാത്രമാണെന്നാണ് പറയുക. ഈവൻ ഒരു ലവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു കാമുകൻ അല്ലെങ്കിൽ ഭാര്യ-ഭർത്തൃ ബന്ധത്തിലടക്കം ഇങ്ങോട്ട് സ്നേഹം എക്സ്പെക്റ്റ് ചെയ്യും, അല്ലേ? ഒരു വയസ്സായ കുഞ്ഞുവാവെ നമ്മൾ സ്നേഹിക്കുന്നത് എന്ത് പ്രതീക്ഷിച്ചിട്ടാണ്?
അത് നമുക്ക് എന്തെങ്കിലും തരുന്ന പ്രതീക്ഷിച്ചാണോ? അതിൻ്റെ ഒരു ചിരി കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മളെ കുറേ വിഷമങ്ങൾ മറന്ന് പറയാം അല്ലേ. ഒന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നത് ശരിക്കും കുട്ടികളെ മാത്രമാണ്. അത് നമ്മുടെ തന്നെ കുട്ടിയാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. നല്ല ഓമനത്തുള്ളൊരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ എന്തോ ഒരു സ്നേഹം വരുന്നു, അതിനെ ഒന്ന് പിടിച്ച് മടിയിൽ വെക്കാൻ തോന്നുന്നു, ഉമ്മ വെക്കാൻ തോന്നുന്നു. അപ്പോൾ വാത്സല്യത്തിന് അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള റിസർവേഷൻ ഉണ്ട്. അതുകൊണ്ട് ഗുരുവായൂരപ്പനെ അല്ലെങ്കിൽ കൃഷ്ണനെ നമുക്ക് വാത്സല്യ രൂപത്തിൽ കാണുന്ന സമയത്ത് കുറച്ചുകൂടെ ഭഗവാനായിട്ട് അടുക്കാൻ സാധിക്കും. ഇപ്പോൾ നോക്കൂ, നമ്മളൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്, നമ്മളൊക്കെ ലൗകികരമായിട്ടുള്ള ജീവിതം ജീവിക്കുന്ന ആൾക്കാരാണ്. ഈ പറയുന്ന ഗീത ഉപദേശിച്ച കൃഷ്ണനെ അല്ലെങ്കിൽ അർജുനന് വഴി കാണിച്ച കൃഷ്ണനെ എന്നൊക്കെ പറയുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുക? സ്വാഭാവികമായിട്ടും നമ്മളെപ്പോലെ സാധാരണക്കാരിൽ നിന്ന് ദൂരത്തേക്ക് പോവുക ചെയ്യണം. പക്ഷെ കുട്ടിയായിട്ട് പിടിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാം. എന്ത് ചെയ്യാം? നമുക്ക് ഭഗവാനെ കെട്ടിയിടാം. എങ്ങനെ? യശോദ കെട്ടിയിട്ട പോലെ കെട്ടിയിടാം എന്നാണ്. ഭക്തിയുടെ പാശം കൊണ്ട് ഭഗവാനെ കെട്ടിയിടാം എന്നാണ്. അല്ലാണ്ട് എത്രയൊക്കെയോ യോഗിമാർ വർഷങ്ങളോളം തപസ് ചെയ്ത് കിട്ടാത്ത ഒരു ഭഗവാനെയാണ് സ്കൂളിൽ പോവാത്ത സോക്കോളിൽ ചാണകം വാരി ജീവിക്കുന്ന യശോദ എന്ന് പറയുന്ന ഒരു സ്ത്രീ പിടിച്ച് കെട്ടിയിടുന്നത്. ഒരാൾക്ക് സാധിച്ചിട്ടില്ല. അതാണ് നമ്മൾ പാട്ടിൽ പറയുമല്ലോ, ബ്രഹ്മനും ഇന്ദ്രനും പോലും സാധിച്ചിട്ടില്ല എന്നാണ്. അങ്ങനെയുള്ള എന്നെ തപം ചെയ്തതേ യശോദ എന്ന് പറയും. ആ ഭഗവാനെ ഒരു ഒരലിൽ പിടിച്ച് കെട്ടിയിടാൻ എങ്ങനെയാണ് യശോദയ്ക്ക് സാധിക്കുന്നത്? ആ ഉപയോഗിച്ച കയർ എന്താണ്? അത് ഭക്തിയാകുന്ന കയറാണ്. ഏത് ഭക്തി? വാത്സല്യമാകുന്ന ഭക്തി. യശോദ ഭഗവാനിൽ നിന്ന് ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഈവൻ ഗോപിമാർ പോലും ഭഗവാൻ എൻ്റെ ആവണം എന്നൊരു ചിന്ത ചില സമയത്ത് ഗോപിമാർക്ക് ഉണ്ടായിരുന്നു. എനിക്ക് വേണം കൃഷ്ണനെ, എനിക്ക് വേണം കൃഷ്ണൻ. യശോദയ്ക്കൊന്നുമില്ല, എൻ്റെ കുട്ടി എന്നുള്ള ഒരൊറ്റ ഇമോഷനിലാണ് യശോദ ജീവിതകാലം മൊത്തം മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ആ വാത്സല്യ ഭക്തിയാണ് നമ്മൾ ഇന്നൊരു തരത്തിൽ ക്യാരി ഓവർ ചെയ്യാൻ നോക്കുന്നത്. കാരണം ഭഗവാൻ നമ്മളിൽ നിന്ന് വേറിട്ട ഒരാളല്ല. നമുക്ക് നമ്മളെ തന്നെ നോക്കിക്കാണാനുള്ള ഒരു റെപ്ലിക്കയാണ് ഭഗവാൻ എന്ന് പറയുക. ആ റെപ്ലിക്ക ഏറ്റവും കൂടുതൽ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ബാലഭാവം, ഈ കുട്ടിയായിട്ടുള്ള ഭാവം. ഒന്നും പ്രതീക്ഷിക്കാതെ അതിനെ സ്നേഹിക്കാനും നോക്കാനൊക്കെ നമുക്ക് സാധിക്കും. ഒരു പോയിന്റ് നമ്മൾ തിരിച്ചറിയും, ഈ സ്നേഹിക്കുന്നത് എന്നെ തന്നെയാണ്. ആ പോയിന്റിൽ എത്താനാണ് ആ ഒരു എക്സസൈസ് ചെയ്യേണ്ടത്. എപ്പോഴും അവിടെ തന്നെ നിൽക്കരുത്. ഭഗവാൻ തന്നെ കാരാഗ്രഹത്തിൽ കൃഷ്ണാവതാരം ഉണ്ടാവുന്ന സമയത്ത് വസുദേവർക്കും ദേവകിക്കും ഉപദേശിക്കുന്നുണ്ട്. കൃത്യമായിട്ട് ഭാഗവത്തിൽ ആ ശ്ലോകം ഉണ്ട്, നിങ്ങൾ എന്നെ പുത്രഭാവത്തിൽ കാണുമ്പോഴും ബ്രഹ്മഭാവത്തിൽ വിചാരിക്കണം എന്നാണ്, അതിനെക്കുറിച്ച് വിചാരം ചെയ്യണം എന്നാണ്. ഞാൻ നിങ്ങളുടെ കുട്ടിയാണ്, നിങ്ങൾ എന്നെ സ്നേഹിച്ചോളൂ, ഒക്കെ കറക്റ്റാണ്. പക്ഷേ ആത്യന്തികമായിട്ട് നിങ്ങൾ അവിടെ നിൽക്കരുത്. ഞാൻ നിങ്ങളുടെ തന്നെ ഒരു അംശമാണ്, അല്ലെങ്കിൽ എന്നിൽ നിന്ന് വന്നൊരു അംശമാണ് നിങ്ങൾ എന്ന വലിയ സത്യം നിങ്ങൾ തിരിച്ചറിയണമെന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ ഗോകുലത്തിലേക്ക് യാത്ര തുടങ്ങുന്നത്. അപ്പം അവതാരം ഉണ്ടായിട്ട് ഭഗവാൻ കൊടുക്കുന്ന ആദ്യത്തെ ഉപദേശം പോലും അതാ, നിങ്ങളെന്നെ എത്ര വേണമെങ്കിലും സ്നേഹിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് കുട്ടിയായിട്ടും ഉണ്ണിയായിട്ടും ഒക്കെ അങ്ങനെ നടക്കാം, പക്ഷേ നിങ്ങൾ അവിടെ നിൽക്കരുത്, നിങ്ങൾ ആ വഴി ഇങ്ങനെ സഞ്ചരിച്ച് അവസാനം എന്നിലെത്തിച്ചേരണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം അതുകൊണ്ട് വാത്സല്യഭക്തി നല്ലത് തന്നെയാണ്. ഏറ്റവും പെട്ടെന്ന് ഭഗവാനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഈവൻ ശരത്തേട്ടനെ പോലുള്ള ആൾക്കാരൊക്കെ പറയും, നമുക്ക് വാത്സല്യഭക്തി ഉണ്ടെങ്കിൽ ഭഗവാനോട് നമ്മൾ കണ്ണാ ഇത് ചെയ്തതാന്ന് പോലും പറയരുത്, കണ്ണാ ഇത് ചെയ്യ് എന്നാണ് അത്ര പറയേണ്ടത്. അപ്പോൾ നമ്മൾ അമ്മയുടെ റോൾ എടുക്കുമ്പോൾ അമ്മ കുട്ടിയോട് അപേക്ഷിക്കില്ല, അച്ഛൻ കുട്ടിയോട് അപേക്ഷിക്കില്ല. നിങ്ങൾ ഭഗവാനെ ഉണ്ണിയായിട്ട് കാണണമെങ്കിൽ നിങ്ങൾക്ക് അനുസരിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് ഭഗവാൻ പറയുക. അതെങ്ങനെയാവണം? ആ ഒരു അഹന്തയില്ലാതെ സ്നേഹത്തോടെ യശോദ എങ്ങനെ പറഞ്ഞപ്പോൾ ഭഗവാൻ പേടിച്ചോടിയോ അതുപോലെ പറയണം. അങ്ങനെ പറയാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. അതൊക്കെ എത്ര പേർക്ക് സാധിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ വാത്സല്യ ഭക്തിയിൽ ദീനഭാവം പാടില്ല എന്നും കൂടി ഉണ്ട്. അത് പറഞ്ഞപ്പോഴേ ഞാനിങ്ങനെ ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുള്ള എന്താ വെച്ചാൽ, ഏതൊരു സ്ത്രീ വളരെ ഒരു കൃഷ്ണഭക്ത കുട്ടിയായിട്ടാണ് കൃഷ്ണനെ കാണുന്നത്. അപ്പോൾ ഇവരിങ്ങനെ പുറത്ത് പോകുമ്പോഴത്തേക്കും കൃഷ്ണൻ വിളിക്കുമെന്ന് അകത്തുനിന്ന്, എനിക്ക് പേടിയാ പൂച്ച വരുന്നുണ്ട് അകത്തോട്ട്. അപ്പോൾ അവർ വരും, ഒന്നാമത്തെ തവണ വരും, രണ്ടാമത്തെ തവണ വിളിക്കുമ്പോൾ വരും, മൂന്നാമത്തെ തവണ വിളിക്കുമ്പോൾ അവർ ചോദിക്കുന്നത്, നിനക്ക് സുദർശന ചക്രം ഇല്ലേ, നീ എന്തിനാ പിന്നെ എന്നെ വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് കൃഷ്ണൻ മറുപടി പറഞ്ഞു, ഓ അങ്ങനെയാണോ, അപ്പോൾ ഞാൻ സുദർശന ചക്രമുള്ള എന്നെയാണ് അപ്പോൾ എന്നെ കാണുന്നതല്ലേ, അപ്പോൾ ശരി ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അതായത് നമ്മളെങ്ങനെ കാണുന്നു അതിനനുസരിച്ച് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു. അതെ അതെ. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇങ്ങനെ മാത്രമേ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. അതൊരു പോരായ്മയാണ് ശരിക്കും. എനിക്കിങ്ങനെ കാണാനാണ് ഇഷ്ടം, എല്ലാവരും അങ്ങനെ കാണണം നമ്മൾ വാശി പിടിക്കരുത്. അതെ, എല്ലാം ഭഗവാനാണ്. ചില ആൾക്കാർക്ക് ഉണ്ണിയായിട്ട് കാണാനായിരിക്കും ഇഷ്ടം. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഞാൻ ഗുരുവായൂരപ്പൻ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ്, ഒരു സഖ്യഭാവത്തിലാണ്. നമുക്ക് 9 തരത്തിലുള്ള ഭക്തി ഭാഗവത്തിൽ പറയുന്നുണ്ട്. പ്രഹ്ലാദൻ, സ്മരണം, കീർത്തനം തുടങ്ങിയ 9 ആത്മസമർപ്പണം വരെ തരും. അതിലൊന്നാണ് സഖ്യം, അതായത് ഭഗവാനെ സുഹൃത്ത് ഭാവത്തിൽ കണ്ട് സ്നേഹിക്കുക. അങ്ങനെ ആവാം, ഉണ്ണിയായിട്ട് കണ്ടാവാം, ഗോപികമാരെ പോലെ കാമത്തോടു കൂടിയും സ്നേഹത്തോടു കൂടി ആവാം, അമ്മയായിട്ടുള്ള യശോദയെ പോലെ വാത്സല്യ രൂപത്തിലാവാം, കുന്തിയെ പോലെ ആവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. ഇതോ എൻ്റെ മാത്രം പേഴ്സ്പെക്റ്റീവാണ് ശരിയെന്ന് പറയരുത്. ഭഗവാൻ ഉണ്ണിയാണ്, പാർത്ഥസാരഥിയാണ്, സുദർശനം കയ്യിലുള്ള ആളാണ്, യോഗ പോലത്തെ ആചാര്യനാണ്, ഗീത ഉപദേശിച്ച ഒരു വലിയ ടീച്ചറാണ്, കൗൺസിലറാണ്, ഇതെല്ലാമാണ് ഭഗവാൻ. ഈ ഒറ്റ റോളിൽ മാത്രം നമ്മൾ കൊണ്ടുപോയിട്ട് ആണിയടിക്കരുത്. ഭഗവാൻ എല്ലാം ആണ് എന്നുള്ള കൺസെപ്റ്റിനെയും എല്ലാത്തിനെയും അംഗീകരിക്കാനും നമുക്ക് സാധിക്കണം. ഒരാൾക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് കണക്ട് ചെയ്യണം എന്നാണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യുക? സിമ്പിളാണ്. ഇത് ഞാൻ പറയാനുണ്ടാവില്ല, ഇത് മുമ്പ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്.
നമുക്ക് പല വേർഷൻസിൽ പറയാം. എനിക്ക് എപ്പോഴും ഭാഗവത് ഉദ്ധരിച്ച് പറയുന്നതിനോട് കുറച്ചുകൂടെ താല്പര്യമാണ്. കാരണം അതാണ് വൈഷ്ണവപരമായിട്ട് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥം. നമ്മളിപ്പം ഒരു ഓൺ റെക്കോർഡുള്ളതല്ലേ പറയാൻ സാധിക്കുള്ളൂ. എൻ്റെ വേർഷൻ ഞാൻ പിന്നീട് പറയാം. ഭാഗവത്തിൽ പ്രഹ്ലാദനോട് ഇതേ ചോദ്യം ചോദിക്കും കുട്ടികൾ. പ്രഹ്ലാദൻ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ എപ്പോഴും ആഹ്ലാദമുള്ളവൻ എന്നാണ്. ഏത് സമയവും ചിരിച്ചുകൊണ്ടേയിരിക്കുക. ഒരു അസുരകുലത്തിൽപ്പെട്ട ഒരു കുട്ടി ഒരു തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളും ഇല്ലാതെ എപ്പോഴും സ്കൂളിൽ പോയാൽ ഇങ്ങനെ ചിരിച്ചിരിക്കണം. ചില സമയത്ത് ഒറ്റയ്ക്കിരുന്ന് കരയുന്ന കാണാം, അപ്പോഴും ചിരിക്കും. അങ്ങനെ എപ്പോഴും ഹാപ്പി ആയിട്ടുള്ള ഒരാൾ, എപ്പോഴും ഹാപ്പി. അപ്പോൾ ഈ കൂടെ നിൽക്കണ ഈ അസുരക്കുട്ടികൾ മറ്റുള്ള ആൾക്കാർക്ക് ഇവന് മാത്രം എന്താണ് ഇത്ര സ്പെഷ്യാലിറ്റി, എങ്ങനെയാണ് ഈ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഹാപ്പിനെസ് ഇവന് കിട്ടുന്നത്, എങ്ങനെയാണ് തനിക്കിങ്ങനെ ചിരിക്കാൻ പറ്റുന്നത്, ഞങ്ങളും തൻ്റെ അച്ഛൻ്റെ അതേ രാജ്യത്തെ ആൾക്കാരാണ്, ഞങ്ങൾക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയാം, തനിക്ക് മാത്രം എങ്ങനെ ഇങ്ങനെ ചിരിക്കാൻ പറ്റണമെന്ന് നോക്കി. അപ്പോൾ എൻ്റെ മനസ്സിൽ ഭഗവാനുണ്ട് എന്നാണ് ഉത്തരം. അപ്പോൾ എനിക്കും ഭഗവാനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിച്ചില്ലേ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ആ കുട്ടികൾ ചോദിക്കുക. അവിടെയാണ് നവവിധ ഭക്തികളെക്കുറിച്ച് പ്രഹ്ലാദൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. ആ ശ്ലോകത്തിൻ്റെ ചെറിയ ഭാഗമാണ് ഞാൻ പറഞ്ഞത്. ആ ശ്ലോകം വരുന്നത് ഭാഗവത്തിൽ ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മസമർപ്പണം എന്നാണ്. നിങ്ങൾക്ക് ആദ്യം ഗുരുവായൂരപ്പനെ കിട്ടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കേൾക്കുക എന്നുള്ള പ്രോസസ്സാണ്. ശ്രവണം ആണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഗുരുവായൂരപ്പൻ്റെ കഥകൾ കേൾക്കുക, പാട്ടുകൾ കേൾക്കുക, എന്തെങ്കിലും ഗുരുവായൂരപ്പനെ കുറിച്ച് ഒരാൾ പറയുമ്പോൾ സത്സംഗം നടക്കണമെങ്കിൽ അവിടെ പോയിരിക്കുക. അതാണ് ABCD നമ്മൾ പഠിക്കില്ലേ, ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത് ഇത് കേട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഈ പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ച് പാടാനും പറയാനൊക്കെ തുടങ്ങും. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള കീർത്തനം. കീർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്മരണം തുടങ്ങി എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഭഗവാൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇടയ്ക്കിടയ്ക്ക്. ആ വരുന്ന ഇൻ്റർവെല്ല് കുറയ്ക്കുക എന്നാണ്. ഇപ്പോൾ ഒന്ന് പോയി വന്നിട്ട് പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ വേണ്ടാത്ത കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കാര്യമില്ല. എപ്പോഴും ഭഗവാൻ വരണം. അതിനെന്ത് ചെയ്യാൻ പറയണം, എന്ത് കാര്യം ചെയ്യുമ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ചെയ്യുക. ഇപ്പോൾ പരീക്ഷ എഴുതുകയാണെങ്കിൽ ഗുരുവായൂരപ്പനെ സ്മരിച്ചുകൊണ്ട് എഴുതുക. വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാനെ ഇതാ ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോവാണ്, എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞ് ചെയ്യുക. അങ്ങനെ എന്തും ഭഗവാൻ. നമ്മളിപ്പോൾ പറയില്ലേ, ഈ ചില ആൾക്കാരൊക്കെ ചില വീഡിയോ ഒക്കെ എടുക്കുന്നതിന് മുമ്പായിട്ട് പറഞ്ഞേക്കുന്നുണ്ട് സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു, എല്ലാം ഭഗവാന് കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് സ്മരണം എന്ന് പറയുന്നത്. എന്ത് കാര്യം ചെയ്യണമെങ്കിൽ ഈവൻ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ ഇത് അങ്ങേക്കൊരു നേദ്യം ഉണ്ടാക്കണം എന്ന സങ്കല്പത്തിൽ ചെയ്യുക. അപ്പോൾ അതിന് ടേസ്റ്റ് കൂടുന്നതൊക്കെ പറയും ആചാര്യന്മാർ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ സ്മരണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാദസേവനാണ്. അതെന്ത് പാദസേവനം? യഥാർത്ഥത്തിലുള്ള പാദസേവനം എന്താ? ഭഗവാൻ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. നരസേവയാണ് നാരായണ സേവ, മാനവ സേവയാണ് മാധവ സേവ, ജനസേവയാണ് ജനാർദ്ദന സേവ. അപ്പോൾ എന്താ, നാട്ടുകാരെ സേവിക്കുന്നതാണ് ഭഗവാന്റെ പാദങ്ങളെ സേവിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം. പാവപ്പെട്ടവർ, അവശരായിട്ടുള്ള ആൾക്കാർ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ, അവരുടെയൊക്കെ കൂടെ നിൽക്കുക. അതാണ് ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളെ പൂജിക്കുക എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പാദസേവനം കഴിഞ്ഞിട്ടാണ് അർച്ചനം, പൂജ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്ത് ചെയ്യുമ്പോഴും അത് ഭഗവാൻ എന്നുള്ള സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളാകുന്ന പൂക്കൾ വേണം ഭഗവാന് കൊടുക്കാനാണ്. അല്ലാണ്ട് ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വിഷടിച്ച പൂ എടുത്തിട്ട് ഗുരുവായൂരപ്പൻ്റെ പ്രതിമയുടെ താഴെ ഇടുക എന്നുള്ളതല്ല. കർമ്മങ്ങളാകുന്ന പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അർച്ചനം, ഭഗവാനെ തൊഴുക, വന്ദനം, ദാസ്യം, ഞാൻ ഭഗവാന്റെ ഒരു അടിമയാണ്, ഭഗവാന്റെ ദാസനാണ് എന്ന ഭാവത്തിൽ ചിന്തിക്കുന്നു. അടുത്ത സ്റ്റെപ്പ് സഖ്യമാണ്, എൻ്റെ ഗുരുവായൂരപ്പൻ എൻ്റെ കൂട്ടുകാരനാണ് എന്ന ഭാവത്തിൽ സങ്കല്പിക്കുന്നു. സഖ്യം കഴിഞ്ഞാൽ പിന്നെ ഒന്നേ ഉള്ളൂ, അതാണ് ആത്മനിവേദനം. ഞാൻ തന്നെ ഭഗവാനാണ് എന്ന ബോധത്തിലേക്ക് വരിക. ഇത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട പ്രോസസ്സാണ്. നമ്മളൊന്നും ഇതിൽ എവിടെ എത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇത് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നതിലൂടെ ഒന്നിൽ തന്നെ നിൽക്കാതെ ശ്രവണത്തിൽ മാത്രം എപ്പോഴും കഥ കേൾക്കുക. ഇന്ന് 100 വയസ്സാകുമ്പോഴും കഥ കേട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കുട്ടികളാകുമ്പോൾ കഥ കേട്ട് ഓരോ സമയത്തും ഉണ്ടാവേണ്ട ട്രാൻസ്ഫർമേഷൻ ഉണ്ടായി വരണം. അങ്ങനെ ആകുമ്പോൾ ഗുരുവായൂരപ്പനെ കിട്ടും. ഇതിപ്പോൾ ഇത്രയും വലിയ ടഫ് ടാസ്ക് ആണെന്ന് കരുതുക. ഈ 9 വഴി കൂടെ ഒക്കെ കടന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാണ് ഭാഗവതം പറയുന്നത് കേട്ടോ, ഗുരുവായൂരപ്പനെ കിട്ടാൻ. നമുക്ക് കലികാലത്തിൽ ഭഗവാനെ കിട്ടാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്നുള്ള രീതിയിൽ എല്ലാവരും, എല്ലാ മഹാത്മാക്കളും, പൂന്താനായാലും മേൽപ്പത്തൂരാണെങ്കിലും ഒക്കെ പറഞ്ഞു വയ്ക്കുന്നത് നാമസങ്കീർത്തനാണ്.